വീട്ടമ്മമാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലെ മിക്സി ഉണ്ടല്ലേ? എൻ്റെ മിക്സി കണ്ടോ, നിറച്ചഴുക്കാണ്. കണ്ടോ, ഞാനിത് കുറച്ച് ദിവസമായി വൃത്തിയാക്കിയിട്ട് അതിൻ്റേതായിട്ടുള്ള അഴുക്ക് മുഴുവൻ അതിലുണ്ട്. അപ്പം ഞാൻ ഓർത്ത് വൃത്തിയാക്കുന്ന സമയത്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ സൈഡിലും ചുറ്റിനും അഴുക്കുണ്ട്, ഉൾഭാഗത്തും ഒക്കെ ധാരാളം അഴുക്കുണ്ട്. അത് വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഉള്ള പരുവം നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്. കണ്ടോ, ഇത് വൃത്തിയാക്കാനായിട്ട് നമ്മൾക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. ഒരു മാജിക് പേസ്റ്റ് തന്നെയാണത്. അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തു. ഇതിലാണ് നമ്മൾ ആ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ക്വാളിറ്റിയുള്ള ബേക്കിംഗ് സോഡയല്ല. ഇത് ലൂസായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ക്വാളിറ്റി കുറഞ്ഞ ബേക്കിംഗ് സോഡയാണ്. ഞാനിത് 1 കിലോ അല്ലെങ്കിൽ 1/2 കിലോ ഒക്കെ വാങ്ങിച്ച് വിൽക്കാറുണ്ട് എപ്പോഴും. കാരണം നമ്മൾക്ക് പച്ചക്കറികളൊക്കെ വൃത്തിയാക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വാഷിംഗ് ലിക്വിഡാണ്. ഏത് ലിക്വിഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് വിനാഗിരിയാണ്, വൈറ്റ് വിനാഗിരിയാണ്. വിനാഗിരിയുടെ കണക്ക് ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് അത് കുറേശ്ശെ നമ്മൾക്ക് ഒഴിച്ചു കൊടുത്ത ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. നമ്മളുടെ ഈ മാജിക് പേസ്റ്റ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. കാരണം വെള്ളം കൂടി പോകരുത്. ഒരു പേസ്റ്റ് രൂപത്തിലാകുന്ന വിധത്തിൽ നമുക്ക് വിനാഗിരി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോലെ നീണ്ടു പോകരുത്. നീണ്ടു പോയാൽ വെള്ളം നമ്മളുടെ മിക്സിക്ക് ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, അതിൽ കൂടി വെള്ളം ഉള്ളിൽ പോയാൽ നമ്മളുടെ മിക്സിയുടെ ഉള്ളിലുള്ള മോട്ടറിന് അത് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഒഴുകാത്ത വിധത്തിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മളുടെ ഈ മാജിക് പേസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ മാജിക് പേസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് കാര്യം കൂടി വേണം. ഇതൊരു ബ്രഷാണ്. ഇത് ഞാനതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനൊരു അറ്റം കൂർത്ത ഒരു കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ഇയർ ബഡ്സാണ്. പിന്നെ വേണ്ടത് ഈ പ്ലാസ്റ്റിക് സ്ക്രബ്ബറാണ്. ഈ നൈലോൺ ടൈപ്പിലുള്ള പ്ലാസ്റ്റിക്, നമ്മൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബർ. ഇനി നമ്മൾക്ക് ബ്രഷ് കൊണ്ട് നമ്മൾ ഈ പപ്പടം കുത്തി പോലുള്ള കമ്പി കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം അതിൻ്റെ ഈ ബഡ്സും അതുപോലെ തന്നെ ബ്രഷും ചെല്ലാത്ത ഭാഗങ്ങളുണ്ടാകുമല്ലോ, അവിടുന്ന് നമ്മൾക്ക് അഴുക്കൊന്ന് തോണ്ടിയെടുക്കുവാൻ വേണ്ടി മാത്രമാണ്, ആ സ്ഥലത്തേക്ക് നമ്മളുടെ ഈ പേസ്റ്റ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് അത് എടുത്തിരിക്കുന്നത്. അത് എന്നിട്ട് കുത്തുമ്പോൾ സൂക്ഷിക്കണം. ഈർക്കിലിയാണെങ്കിലും മതി. പക്ഷെ അഴുക്ക് അതിൻ്റെ ഉൾഭാഗത്തു നിന്നൊക്കെ നമ്മളിങ്ങനെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഈർക്കിലി കൊണ്ടാണെങ്കിലും ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും. ഇതുകൊണ്ട് നമ്മൾക്ക് സൂക്ഷിച്ച് പതുക്കെ എടുക്കുവാനായിട്ട് സാധിക്കും, പോറൽ വരാതെ. നമ്മൾക്ക് ആ ബ്രഷ് കൊണ്ട് എല്ലായിടവും ഒന്ന് മിക്സിയുടെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് ആ പേസ്റ്റ് ഒന്ന് കടത്തി വിടാം. പേസ്റ്റ് ബ്രഷ് ചെല്ലാത്ത ഭാഗങ്ങളിൽ ഇയർ ബഡ്സ് കൊണ്ടും അതുപോലെ നല്ല പപ്പടം കുത്തി കൊണ്ടും എല്ലാം നമ്മൾക്ക് ഈ പേസ്റ്റ് ഒന്ന് കടത്തി വിടാം. എല്ലാ ഭാഗങ്ങളിലും ബ്രഷ് കൊണ്ട് തന്നെ, പുറം ഭാഗങ്ങളിലും ബ്രഷ് കൊണ്ട് തേക്കാവുന്ന സ്ഥലത്തൊക്കെ ബ്രഷ് കൊണ്ട് തേക്കുക. നമുക്കറിയാമല്ലോ, പിന്നെ അതിൻ്റെ സ്ക്രൂവിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അവിടെയൊക്കെ നമുക്ക് ബഡ്സ് കൊണ്ട് കടത്തിവിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും തേച്ച് പിടിപ്പിക്കണം. നമ്മൾക്ക് വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട, നമുക്ക് ധൈര്യമായിട്ട് തന്നെ തേച്ചൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം എല്ലാ ഭാഗങ്ങളിലും. ഈ ഒരു രീതിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. പെട്ടെന്ന് തന്നെ നമുക്കത് വൃത്തിയായി കിട്ടും. വൈറ്റ് വിനാഗിരിയും നമ്മൾക്ക് നല്ലതാണ്. കണ്ടോ, ഇതുപോലെ സ്ക്രബ്ബറിട്ട ഉൾഭാഗമൊക്കെ നമുക്ക് തേച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റും, ഇത് തേച്ച് പിടിപ്പിക്കാൻ പറ്റും.
ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അതുകൊണ്ട് മിക്സി മാത്രമല്ല നമ്മൾക്ക് നമ്മളുടെ ഗ്യാസ് സ്റ്റൗവ്, വാഷ് ബേസിന് അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് പറ്റും ഈ പേസ്റ്റ് കൊണ്ട്. ഇതൊരു മാജിക് പേസ്റ്റ് തന്നെയാണ്. ഇത് നമ്മൾക്ക് മിക്സി വൃത്തിയാക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് വാഷ് ബേസിനും നമ്മളുടെ വാഷ് ബേസിനും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ നിഷ്പ്രയാസം വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും. പഴയ മിക്സിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇത് ഇതുകൊണ്ട് നമ്മൾ വൃത്തിയായി കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ നമ്മൾക്ക് കാണുമ്പോൾ അറിയാം. പുതിയ മിക്സി പോലെ തന്നെ വൃത്തിയായി നല്ല പുതിയതുപോലെയാകും നമ്മളുടെ മിക്സി. ഇങ്ങനെ എല്ലായിടവും തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി. നമ്മളുടെ മിക്സിയുടെ അഴുക്കൊക്കെ പോകും. അതിൻ്റെ ഇതുപോലെ ഇടഭാഗങ്ങളിലൊക്കെ നമ്മൾക്ക് ഇതുപോലെ ബഡ്സൊക്കെ കയറ്റി ഉൾഭാഗമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മളുടെ പേസ്റ്റും ഒക്കെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ ബഡ്സൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലായിടവും തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾക്ക് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ മിക്സി പുതുപുത്തനാകും. ഉണ്ടോ? ഇതുപോലെ ഉൾഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. കണ്ടോ? ഇപ്പം തന്നെ നല്ല പുതുപുത്തൻ പോലെ ഇരിക്കുന്ന കണ്ടോ നമ്മളുടെ മിക്സി. കൂടുതൽ നമ്മൾക്ക് ബലത്തിൽ തേക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇതുപോലെ കോട്ടൺ തുണി കൊണ്ട് പെട്ടെന്നൊന്ന് തുടച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മളുടെ പണി പെട്ടെന്ന് തന്നെ തീരും. ഉണ്ടോ? വളരെ വൃത്തിയായില്ലേ? നേരത്തെ കണ്ട മിക്സിയാണോ ഇപ്പം? പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടിയില്ലേ? ജസ്റ്റ് ഒരു കോട്ടൺ തുണി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി. എല്ലാ ഭാഗവും നമ്മൾ തേച്ച് പിടിപ്പിച്ച എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. വെള്ളം ഉപയോഗിക്കുകയേ ചെയ്യരുത്. വെള്ളം ഉപയോഗിക്കാതെ തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും. തുടച്ചെടുത്താൽ മാത്രം മതി. അതിൻ്റെ കണ്ടോ? ഇതുപോലെ തുണി ഉള്ളിലേക്ക് കയറ്റി അതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾക്കിങ്ങനെ ഒന്ന് വലിച്ച് എടുക്കാം. അവിടെയൊക്കെ പറ്റിയിരിക്കുന്ന നമ്മളുടെ പേസ്റ്റ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മളുടെ മിക്സി ക്ലീനായി. ഇനി അതിൻ്റെ അതിൻ്റെ കേബിളും ഒക്കെ ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുത്താൽ മതി. ആ തുണി കൊണ്ട്, കോട്ടൺ തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ മിക്സി പുതുപുത്തൻ മിക്സിയായി. കണ്ടോ? വളരെ ക്ലീനായി. ഇനി നമ്മൾക്ക് മിക്സിയുടെ ജാറും ഞാൻ ഇതുപോലെ ഇത് തേച്ച് പിടിപ്പിച്ച് മിക്സിയുടെ ജാറ് നമുക്ക് കഴുകിയെടുക്കാമല്ലോ. അത് ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ വാഷറും ഒക്കെ ഇത് തേച്ച് ഈ മാജിക് പെയിൻറ്റ് തേച്ച് പിടിപ്പിച്ച് കഴുകിയെടുത്തു ഞാൻ. ഇനി അടുത്ത് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജാറ് നമ്മൾ വെള്ളത്തിൽ ശരിക്കും കഴുകും. പക്ഷെ നമ്മൾ എന്തരച്ചാലും നമ്മൾ പെട്ടെന്ന് ജാറ് കഴുകി വയ്ക്കും. പക്ഷേ അതിൻ്റെ ഉൾഭാഗത്ത് അഴുക്കിരിക്കും. നമ്മളെ മിക്സിയുടെ ബ്ലേഡ് മാറ്റാനായിട്ട് കടകളിൽ കൊണ്ടുചെല്ലുമ്പോൾ കടക്കാർ പറയുന്നത് കേൾക്കാം, മിക്സിയുടെ ബ്ലേഡ് മാറാനായിട്ട് ചിലവരൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ബ്ലേഡ് ഊരുന്ന സമയത്ത് പുഴു ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഉൾഭാഗത്ത്. കാരണം നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അരച്ചിട്ട് ചുമ്മാതെ കഴുകി അങ്ങ് വയ്ക്കും. നമ്മൾ നോക്കുമ്പോൾ ക്ലീനാണ്, പക്ഷെ അതിൻ്റെ ഉൾഭാഗത്ത് നിറച്ച അഴുക്ക് വേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്നാന്ന്, എന്തരച്ചാലും നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഒരു 2 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ഓൺ ചെയ്ത് ഒന്ന്
ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ആ അഴുക്കെല്ലാം ഉള്ളിലുള്ള ബ്ലേഡിൽ ചുറ്റിയിരിക്കുന്ന അഴുക്കൊക്കെ ഇങ്ങനെ പോരും. ഒരു 2 സെക്കൻഡ് അടിച്ചാൽ മതി. അപ്പം ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ അഴുക്കൊക്കെ പോരും. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിൻ്റെ ഉൾഭാഗം ക്ലീനായി. ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രാവശ്യവും അരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.